സാർ നമ്മൾ ആക്ച്വലി സാർ ഈ ടൂറിസത്തിലോട്ട് ചുവട് വെക്കാനുള്ള ആ റീസൺ ഉണ്ട്? ടൂറിസത്തിലേക്ക് ചുവടുവെക്കുന്നത് ആക്ച്വലി 2011 അത് വളരെ ആകസ്മികമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഓക്കെ. ആക്ച്വലി ഒരു ചെറിയൊരു സംരംഭം എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിനെ ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ വളരെ ഒരു ചെറിയ മുതൽ മുടക്ക് എന്ന് പറയാം. ശരിക്കും ഒരു 600 രൂപയ്ക്ക് 1000 കാർഡ് കൊണ്ട് ഒരു കമ്പനി, ഓ, അതാണ് ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്. ആ സമയത്ത് കുറേ ആളുകളിലേക്ക് നമ്മൾ വണ്ടി ട്രാവൽസിൽ വർക്ക് ചെയ്തിരുന്ന ആളുകളുടെയൊക്കെ ഒരുപാട് കാർഡ്സുകൾ ഷെയർ ചെയ്ത് അതിൽ നിന്ന് വരുന്ന എൻക്വയറീനെയൊക്കെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് അങ്ങനെയുള്ള ട്രിപ്പിലേക്ക് വരെ ഗ്രൂപ്പുകളെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നമ്മൾ മാറി. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 2011 മുതൽ ഒരു ഈ ടൈം വരെയുള്ള ജേണിയിലൊക്കെ നമ്മൾ ടൂറിസം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പല ബ്രാൻഡുകളുമായിട്ട് നിന്നിരുന്ന സമയത്ത് പോലും ഈ ഒരു മേഖലയെ നമ്മൾ കൈവിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്വന്തം പ്രോജക്റ്റ് തൊട്ടപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ അവിടെ മുതൽ അങ്ങനെ ഒരു സർക്കിൾ ഫുള്ളായിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഏരിയ തന്നെ നമ്മൾ വലിയൊരു പ്രോജക്റ്റിന് വേണ്ടി ഇപ്പോൾ ഓക്കെ. ആ പ്ലേസ് എല്ലാം നമ്മുടെ പുതിയ പ്രോജക്റ്റ് ആയിട്ടുള്ള റോയൽ കാസിനോയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഇനി ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ വളരെ ഇന്നോവേറ്റീവായിട്ട് എന്തൊക്കെ അതിലേക്ക് ഉൾക്കൊള്ളിക്കാം എന്നുള്ള കാര്യം. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുമ്പോൾ അറിയാം, എപ്പോഴും ഗ്രോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. തീർച്ചയായും ഉറപ്പായിട്ടും. അപ്പോൾ ആ ഗ്രോൺ ചെയ്യുന്ന മേഖലയിൽ ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ഒരു ഡെഡ് അസെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒപ്പം തന്നെ ആക്ച്വലി നമ്മുടെ ടൂറിസം മേഖല എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ഇൻഡസ്ട്രിയാണ്. വേൾഡ് വൈഡ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി കുമരകമാണിത്. തൊട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഈ കായൽ ഒഴുകി പോകുന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ തണ്ണീർമുക്കം ബണ്ടാണ്. അപ്പോൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഒരു ലേക്ക് വ്യൂ ഉള്ള റിസോർട്ടാണ് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഗസ്റ്റിനെ ആദ്യം നമ്മൾ ചെക്ക് ഇൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ഈ ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ വിഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു റോപ്പ് കാറും അതുപോലെ തന്നെ ചങ്ങാടം പോലെയുള്ള കാര്യങ്ങൾ, സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ട്, പിന്നെ ചെറുതെ തുഴഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ വന്ന് ശരിക്കും ഈ ഒരു എൻട്രൻസിൽ കൂടെ നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് ബോട്ടിന് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയും കൂടി നമ്മൾ എന്ത് ചെയ്തു പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വരുന്ന ഗസ്റ്റിന് എപ്പോഴും റിസോർട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇറങ്ങി ബോട്ടിൽ തന്നെ വന്ന് ഇറങ്ങി ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ അവരുടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആക്ച്വലി നമ്മൾ പ്രൈവറ്റ് പൂള് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ എന്റർടൈൻമെന്റ്സ് ആണ്. തീർച്ചയായിട്ടും എന്റർടൈൻമെന്റ്സിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് അറിയാലോ, ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഒരു ട്രെൻഡിങ് ടൈമാണ് ആക്ച്വലി. ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ട് നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈക്ലിങ്ങും അതുപോലെ തന്നെ എല്ലാ ഗെയിംസുകളും, ഔട്ട്ഡോർ ഇൻഡോർ ഗെയിംസുകൾ, കാര്യങ്ങൾ. ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ പക്കയായിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ്. അതിലിപ്പോൾ എന്താ പറയുക, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ ഈ വരുന്ന ക്ലയന്റിന് അവർക്ക് ഈ പറഞ്ഞ ഉല്ലാസം പ്ലസ് അവർക്ക് എന്തോ ഏണിങ്സ്, അങ്ങനെ എന്തോ ഒരു കാര്യങ്ങളൊക്കെ. ഏണിങ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒരു സിംപ്ലി ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കസ്റ്റമറിന് പോലും നമ്മുടെ ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോം ശരിക്കും പറയുന്നത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാ മേഖലയിലും ടെക്നോളജി എന്തായി കഴിഞ്ഞു. നമ്മൾ ഒരു ഇൻവോൾവ്മെന്റ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇൻവോൾവ്മെന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഏതില്, ടെക്നോളജി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിസർവേഷൻസ്, മറ്റുള്ള കാര്യങ്ങൾ, പ്ലസ് അതിനെ അഫിലിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും കൂടി കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈവൺ സിംഗിൾ ഒരു മെമ്പർഷിപ്പ് പോലെ വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഗസ്റ്റായിട്ട് വരുന്നു, അവർ നമ്മുടെ മെമ്പർഷിപ്പ് പാക്കേജുകളെ യൂസ് ചെയ്യുന്നു. പ്ലസ് റിയൽ എസ്റ്റേറ്റിലും അതുപോലെ തന്നെ ടെക്നോളജിയും ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവർക്കും കൂടെ, ഈ കസ്റ്റമർക്കും കൂടെ ഇൻവോൾവ്മെൻ്റ് ആകാൻ പറ്റുന്ന ഒരവസരം കൂടിയാണ് ശരിക്കും പറയാൻ ചെയ്യുന്നത്. ഓക്കെ. അതിൻ്റെ ബ്രാൻഡ് നെയിം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് റോയൽ കാസിനോ എന്നാണ്. റോയൽ കാസിനോ. ഓക്കെ, നൈസ്. അപ്പോൾ അതിൽ കൂടെ ആളുകൾക്ക് എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ അതിനി എല്ലാവരും കണ്ട് പ്രൊമോട്ട് ചെയ്ത് വിശ്വസിച്ച് അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറട്ടെ. ഇപ്പം നമുക്ക് ഈ പ്രോജക്റ്റ് പിന്നെ സാറിന് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്? മീൻസ് കേരളം 14 ജില്ലയിലോട്ടും അങ്ങനെ എന്തെങ്കിലും? കേരളം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പീക്ക് ഏരിയ ആണ് കുമരകം എന്ന് പറയുന്നത്. അപ്പൊ കുമരകം മാത്രമല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും നമ്മുടെ പ്രോജക്റ്റിനെ എക്സ്പാൻഷൻ ചെയ്യുക. അത് നേച്ചറുമായിട്ടും ലക്ഷറിയുമായിട്ട് ഒരുപോലെ മിക്സഡ് ആയിട്ടുള്ള, ബൈ ഫ്യൂച്ചർ ഇതിനെ നല്ലൊരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറ്റി ലോകത്തുള്ള എല്ലാവർക്കും വന്ന് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയും കൂടെ ഉണ്ട്. ഓക്കെ, നൈസ് സർ. എനിവേ താങ്ക്സ് ഫോർ എവറിത്തിങ്. സാറിൻ്റെ മനോഹരമായി വലിയ പ്ലാൻ എല്ലാം സക്സസ് ആവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.